അങ്ങനെ നമ്മൾ രാവിലെ LG അക്സസറീസിൽ വന്നിരിക്കുവാണ്. നമ്മുടെ പുതിയ വണ്ടിയും കൊണ്ട് LG അക്സസറീസിൽ വന്ന് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഫുൾ ബോഡി ഫ്ലോർ മാറ്റ് ചെയ്യുന്നുണ്ട്. സീറ്റൊക്കെ ഇളക്കി, പിന്നെ സ്റ്റീരിയോ ചെയ്യണം, സീറ്റ് കവർ അടിക്കണം, അങ്ങനെ CNG ട്രേ വെക്കണം. ഇത് അവിടെ നിന്ന് തന്ന ഒരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റാണ്, നോക്കിയില്ല. ഇതൊരു ടിഷ്യൂ ബോക്സ്, ഒരു ഗിഫ്റ്റ്. ഇത് അൺബോക്സിങ് വീഡിയോ പിന്നെ ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനിയും പണി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ചേട്ടൻ. 3-4 പേര് കൂടെ ചേർന്നിട്ടാണ് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നമ്മുടെ കമ്പനി വരുന്ന ഡോർ പാഡ് പ്ലാസ്റ്റിക് ഇളക്കി മാറ്റ് ഇടുന്നുണ്ട്. മാറ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് മാറ്റ് ഇടുന്നു. എല്ലാം ഇളക്കി. നമ്മൾ ഫ്രണ്ട് 2 ഡോറും ഡാമ്പിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡാമ്പിങ്ങിന് ക്യാപ്സ് ലോക്കാണ് ഇടാൻ വിചാരിച്ചിരിക്കുന്നത്. ക്യാപ്സ് ലോക്കിൻ്റെ ഷീറ്റാണ്. നല്ല ഹെവി സാധനമാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ എന്നെ ഒരു 5 കിലോ ഉണ്ട് ഒരു ഷീറ്റ് എന്ന് പറഞ്ഞ്. ഡാമ്പിങ് ഷീറ്റ് ഹെവി സാധനമാണ്. ഫ്രണ്ട് ഡോറാണ് ഡാമ്പിങ് ചെയ്യാൻ പോണത്. ഒക്കെ ഊരേണ്ടി വരും. ഇതൊക്കെ ഊരിയിട്ടിട്ടുണ്ട്. ക്യാപ്സ് ലോക്കിൻ്റെയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഡബിൾ ലെയറാണ്, പക്ഷേ ഇപ്പം നമ്മൾ സിംഗിൾ ലെയറാണ് ചെയ്യണത്. പുറത്ത് മാത്രം ഡാമ്പിങ്. അല്ലെങ്കിൽ ഇത് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ഡബിൾ ലെയർ ചെയ്യുമ്പോൾ. ഞങ്ങൾ പറഞ്ഞത് ഈ ക്യാമറ വെക്കാനാണ്. ഈ ക്യാമറ ഇവിടെ വെക്കാനുള്ള പ്ലാനായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ് ഈ മുകളിൽ വെക്കുന്ന ക്യാമറ ഉണ്ടല്ലോ, മുകളിലാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് വെച്ചിട്ട് മുകളിൽ വെക്കും. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്പീക്കർ. ഔറയുടെയാണ്. മാക്സിമം 260 വാട്ട്സ് ആണ് മാക്സ് പവർ. നല്ല സെറ്റ് സാധനമാണ്. നല്ല ഹെവി ആയിരുന്നു കണ്ടപ്പോൾ. ഈ സൗണ്ട് എന്ത് പറയാനാ, വെച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. 45 വാട്ട്സ് 4 mm ഇതാണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. ബാക്കിൽ നമ്മുടെ ആൽഫ ഇൻഫിനിറ്റി ഹാർമനാണ്. ഹാർമൻ്റെ സാധനമാണ്. നമ്മുടെ JBLൻ്റെ സെയിം കമ്പനി, ഹാർമൻ കാർഡൻ. അതാണെന്ന് തോന്നുന്നു. ഇത് 320 വാട്ട്സ്. ബാക്കി സ്പെക്കൊക്കെ ഏകദേശം ഹെവി സാധനമാണ്. സ്പീക്കറിൻ്റെ ഡയമെൻഷനാണിത്. ആണതിൻ്റെ. ഇപ്പം നമ്മൾ വയ്ക്കാൻ പോണത് ക്യാപ്സ് ലോക്കാണ് പറഞ്ഞല്ലോ. ക്യാപ്സ് ലോക്കിൻ്റെ സ്മാർട്ട് ആൻഡ്രോയിഡ് 9 ആണ് സ്പെക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സ്പെക്ക്. ആൻഡ്രോയിഡ് 10, 2GB റാം, 32GB ഇൻറ്റേർണൽ മെമ്മറി, 4GB, ബ്ലൂടൂത്ത് 5.0 ആണ്. പിന്നെ ഇൻ്റർനെറ്റ് 4G ലൈറ്റ്, വൈഫൈ 2.4G പ്ലസ് 5G ആണ്. 2.4 GHz ആണ്. സാധനം കൊള്ളാം. കുറേ അക്സസറീസൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ചൊക്കെ ഇവിടെ നിന്ന് പൊക്കണം. കുറച്ച് അക്സസറീസ് ഇവിടെ നിന്നൊക്കെ വെക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയാണ് നമ്മൾ വച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ബാക്കിൽ വെച്ച റിവേഴ്സ് ക്യാമറ. അപ്പ് മൗണ്ടാണ്, ക്യാപ്സ് ലോക്കിൻ്റെ തന്നെ. പിന്നെ ഇത് എന്താണ്, AHD ക്യാമറയാണ്. IP67 ഉണ്ട്. വൈഡ് ആംഗിൾ റേഞ്ച് 170 ആണ്. മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഡോറിൻ്റെ മുകളിലാണ് വെച്ചത്.
നല്ല സ്പെക്ക്. ബാക്ക് ഓപ്ഷൻ. ഇങ്ങനെ ക്യാപ്സ് ലോക്ക് നമ്മൾ വണ്ടിയിലോട്ട് കയറ്റാൻ പോവുകയാണ്. നമ്മളെ മച്ചാനാണ് കയറ്റുന്നത്. ഫസ്റ്റായിട്ട് നമ്മൾ ഓണാക്കി വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരുന്നത്. ഇതിൻ്റെ ഇൻ്റർഫേസ് നല്ല അടിപൊളി ക്ലാരിറ്റി ഡിസ്പ്ലേ ആണ്. കാര്യം ഇത് QHD ആണ്. QHD ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഇത്ര എഫക്റ്റീവ്ലി പവറായിട്ടിരിക്കുന്നത്. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലൂടൂത്ത് ആദ്യമായിട്ട് നമുക്ക് പെയർ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഈ പിന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് 4x0 പിന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യണം.